റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരന്തരം നിരീക്ഷിക്കുമെന്ന ഉറപ്പു പാലിക്കാതെ ആനയെ പ്ലാന്റേഷനിലേക്ക് തുരത്തിയതിൽ വനപാലകർക്കെതിരെ പ്രതിഷേധമുയർന്നു. കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. വെറ്റിലപ്പാറയിലെത്തിയ പിടിയാനയെ ബുധനാഴ്ച വൈകുന്നേരം തന്നെ മയക്കുവെടിവെച്ച് പിടികൂടിയ ശേഷം റേഡിയോ കോളറും തെർമൽ ക്യാമറയും ഘടിപ്പിച്ച് പ്ലാന്റേഷനിലേക്ക് കടത്തിവിടുകയുള്ളൂവെന്നായിരുന്നു അധികാരികൾ നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ്. അധികാരികളെ വിശ്വസിച്ച് പിരിഞ്ഞുപോയ നാട്ടുകാർ പിന്നീടറിയുന്നത് ആനയെ വനപാലകർ തന്നെ പടക്കം പൊട്ടിച്ച് പ്ലാന്റേഷനിലേക്ക് തുരത്തിയെന്ന വിവരമാണ്. ഇതോടെ നാട്ടുകാർ വനപാലകർക്കെതിരെ രോഷപ്രകടനവുമായി രംഗത്തുവന്നു. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അധികാരികൾ ജനങ്ങളെ കബളിപ്പിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ജോൺ പറഞ്ഞു. MLAയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇക്കാര്യം വിശദീകരിക്കണം. ആ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇവര് മനഃപൂർവ്വം ജനങ്ങളെ പറ്റിച്ചു. ഉദ്യോഗസ്ഥരും ഈ ഭരണവിഭാഗത്തിൽപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും MLAയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു, വഞ്ചിച്ചു എന്നുള്ള നിലയാണ്. ഒരു 3 മണി സമയമായപ്പോഴേക്കും ഈ ആനയെ തന്ത്രപരമായി കാട്ടിലേക്ക് തുരത്തി ഓടിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ആളുകളുടെ മുമ്പിൽ ഇവർ പറഞ്ഞത് ഇതിനെ മയക്കുവെടി വെച്ച് മാറ്റും എന്നുള്ളതാണ്. അത് മയക്കുവെടി വെച്ച് മാറ്റാനായിട്ട് ചില സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് മയക്ക് കൊടുത്തിട്ട് കോളർ പിടിപ്പിച്ച് ഈ ആനയെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ആ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ മനഃപൂർവ്വം പറ്റിക്കുകയും വഞ്ചിക്കുകയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ കോതമംഗലത്തിന്റെ MLAയും ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വനപാലകരുടെ നടപടിയിൽ നാട്ടുകാർ രോഷാകുലരാണ്. വീണ്ടും ആന നാട്ടിലിറങ്ങിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ആലോചനയുമുണ്ട്. ആനയെ മയക്കുവെടിവെക്കാനുള്ള സന്നാഹങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. റേഡിയോ കോളർ തിരുവനന്തപുരത്ത് നിന്ന് എത്തിക്കുന്നതിനാണ് കാത്തിരിക്കുന്നതെന്നും വൈകുന്നേരത്തോടെ തുടർ നടപടിയുണ്ടാകുമെന്നും ഉറപ്പു നൽകിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ മറ്റൊരു നിലപാട് സ്വീകരിച്ചത്. മാക്സിമം ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും നമുക്ക് ലൈറ്റ് പോകണില്ല, നമുക്ക് ട്രയാങ്കുലൈസ് ചെയ്യാൻ ഉള്ള സമയത്തിൻ്റെ ഉള്ളിൽ ഈ റേഡിയോ കോളർ എത്തുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ട്രയാങ്കുലൈസ് ചെയ്ത് റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് കടത്തിവിട്ട് തൽക്കാലം നമ്മളതിൻ്റെ മോണിറ്ററിങ് ഫുൾ ടൈം 24 hours ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കാനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ നോക്കാനാണ് ഇപ്പോൾ നമുക്ക് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു ആനയുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നവരെ ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യമൊക്കെ നമുക്ക് ഉറപ്പ് തരികയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിനെ ട്രയാങ്കുലൈസ് ചെയ്തിട്ട് റേഡിയോ കോളർ പിടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്തും. JCB അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഡിയോ കോളർ എത്താനുള്ള ഒരു സമയമാണ് നമുക്ക് വേണ്ടത്. GTV ന്യൂസ്, പിണ്ടിമന.